പ്രാർത്ഥനയോടെ പകൽക്കാലം ദിവസം നമുക്ക് ആയിരിക്കാം. എല്ലാ ദൈവമക്കളും ചേർന്ന് കൈകൾ അടിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ട് കാലുകളെ ചലിപ്പിച്ചുകൊണ്ട് അതിനെ ചലിപ്പിച്ചുകൊണ്ടൊക്കെയും ദൈവത്തെ നമുക്ക് എങ്ങനെയെല്ലാം മഹത്വപ്പെടുത്തുവാൻ കഴിയും. മനോവാചൊക്കെ ദൈവം മഹത്വപ്പെടുത്തുവാൻ വേണ്ടുന്ന വലിയ ദൈവകൃപ കർത്താവ് നമ്മുടെ മേൽ പകരപ്പെടുവാതെ കൊണ്ട് നമ്മുടെ അമ്മയെ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദിവസങ്ങളിലെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളെല്ലാം വീശിക്കൊണ്ട് ദൈവത്തിന് മഹത്വം കരയറ്റിയാട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാല ദിവസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗ്ഗത്തിലെ ദൈവമിടയാക്കി തീർത്തല്ലോ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഒരു പാട്ടിന്റെ ഇടകൾ ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ എൻ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക പരിശുദ്ധനാമത്തെ പേർത്തു, വാഴ്ത്തുക തൻ ശുദ്ധനാമത്തെ പേർത്തു, പാർത്തിവൻ തന്നുപകാരത്തെ ഓർത്തു, പാർത്തിവൻ തന്നുപകാരത്തെ പറയട്ടെ. വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ. നിന്നാകൃത്യം പരലോകത്തെയും പോക്കി, നിന്നാകൃത്യം പരലോകത്തെയും പോക്കി, ചീർണ്ണമായ രോഗങ്ങൾ നീക്കി നന്നാക്കി, ചീർണ്ണമായ രോഗങ്ങൾ നീക്കി നന്നാക്കി, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ. നന്മയാൽ വാഴ്ത്തവൻ തൃപ്തിയെ തന്നു, നന്മയാൽ വാഴ്ത്തവൻ തൃപ്തിയെ തന്നു, നവ്യമാക്കുന്നു നിൻ യൗവനമെന്നു, നവ്യമാക്കുന്നു നിൻ യൗവനമെന്നു, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ പരനേ. മക്കളിൽ കാരുണ്യം പാതരെന്നോണം, മക്കളിൽ കാരുണ്യം പാതരെന്നോണം, ഭക്തരിൽ വാത്സല്യവാനവനോരം, ഭക്തരിൽ വാത്സല്യവാനവനോരം, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ, വാഴ്ത്തുക നീ മനമേ പരനേ, വാഴ്ത്തുക നീ മനമേ. പുല്ലിനു തുല്യമി ജീവിതം വയലിൽ,
ഉലവിൽ പൂവെന്ന പോയിതു ദുരവിൽ വാഴ്ത്തുക നീ മനമേ താരനെ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ മനമേ തന്നിയവങ്ങളെ കാത്തിടുന്നോർക്ക് തന്നിയവങ്ങളെ കാത്തിടുന്നോർക്ക് തന്നോടെ ദാസർക്ക് സാന്ധ്യം കാത്തു തന്നോടെ ദാസർക്കും സാന്ധ്യം കാത്തു വാഴ്ത്തുക നീ മനമേ ധരണി വാഴ്ത്തുക മനമേ വാഴ്ത്തുക നീ മനമേ ധരണി വാഴ്ത്തുക നീ മനമേ വാഴ്ത്തുക നീ പകൽക്കാലം ഹല്ലേലൂയ നമുക്ക് ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമുക്ക് മഹത്വപ്പെടുത്തുവാനും ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവല്ല നമ്മുടെ യേശുവല്ലാതെ മറ്റാരെങ്കിലും ഇന്ന് പകൽക്കാലം നമ്മയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഹല്ലേലൂയ നമ്മോട് ഹല്ലേലൂയ നമ്മുടെ തലമുറകളോട് ഹല്ലേലൂയ പ്രൈസ് നമ്മുടെ ഭവനത്തോട് കുടുംബത്തോടെല്ലാം പോരാടുന്ന ചില പൈശാചിക ശക്തികളെ ജയിക്കുവാൻ വേണ്ടുന്ന ദൈവകൃപ പകരുവാൻ ഹല്ലേലൂയ പ്രൈസ് അതിനെ ജയിക്കുവാൻ വേണ്ടുന്ന ബലവും ശക്തിയും നൽകി തരുന്നത് നമ്മുടെ കർത്താവാണ്. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം 28-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നമ്മളെ കാണുന്നത് ഇങ്ങനെയാ. ആ ദേശത്ത് നിന്നൊരു കനാന്യ സ്ത്രീ വന്നവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എന്റെ മകൾക്ക് ഹല്ലേലൂയ ബുധോപദ്രവാദം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. പ്രൈസ് ഹല്ലേലൂയ പ്രൈസ് ഒരു ഭൂതത്തിന്റെ ഹല്ലേലൂയ അല്ലെങ്കിൽ ഒരു പൈശാചികമായ അല്ലെങ്കിൽ ഒരു കെട്ടിലകപ്പെട്ട ഹല്ലേലൂയ പ്രൈസ് തന്റെ മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന്റെ അടുക്കൽ ചെന്ന് കരയുന്ന ഒരു മാതാവിനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് പകൽക്കാലം പ്രൈസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഏതെല്ലാം പൈശാചികമായ ശക്തികൾ ഹല്ലേലൂയ ഒരുവന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ വരുമ്പോൾ അവന്റെ ഭവൻ ഹല്ലേലൂയ പ്രൈസ് അവന്റെ ഭാവിയെ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് അവന്റെ ശരീരത്തെ അവന്റെ ആത്മാവിനെ എല്ലാം കെട്ടപ്പെടുവാനിടയായി തീരും. എന്നാൽ ഇന്ന് പകൽക്കാലം അതിൽ നിന്നെല്ലാം ജയം നൽകി തരുവാൻ ഹല്ലേലൂയ പൈശാചികമായ ശക്തിയെ ജയിക്കുവാൻ വേണ്ടുന്ന ബലം നൽകി തരുന്നത് നമ്മുടെ കർത്താവാണ്. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എന്നാൽ അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാ. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, പ്രൈസ് ലോർഡ്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽക്കാലം ചില വിഷയങ്ങളിൽ മേൽ ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ ആ സ്പോട്ടിന് സൗഖ്യമാണ്, ആ സ്പോട്ടിന് വിടുതലാണ്. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഏതെങ്കിലും രോഗവിഷയങ്ങളാൽ ഭാരപ്പെട്ടുന്ന പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വിശ്വാസത്തോടു കൂടി ദൈവത്തോട് പറഞ്ഞാട്ട് ഇന്ന് പകൽക്കാലം ഏത് രോഗത്തിനും ഹല്ലേലൂയ ഏത് വേദനകൾക്കും പ്രശ്നമാണ്, ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരകൻ നമ്മുടെ കർത്താവാണ്. ഇന്ന് പകൽക്കാലം വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ദൈവം അല്ലെങ്കിൽ സൗഖ്യം അയക്കുക തന്നെ ചെയ്യും, വിടുതൽ അയക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ ഹല്ലേലൂയ നമ്മുടെ മക്കൾക്ക് വേണ്ടി ആയിരിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ തലമുറകൾ ഒരുപക്ഷെ ദൈവത്തെ അറിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ചില വിഷയങ്ങളിന്മേൽ ചില ബന്ധനത്തിന്മേൽ എന്റെ ദൈവത്തിന് അവരെ അഴിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് സ്ത്രീ കർത്താവിനോട് യാചിക്കുന്നത് നമ്മൾ അവിടെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ ഭൂതത്തിന്റെ ഒരു ഉപദ്രവം ബാധിച്ച് ഹല്ലേലൂയ കഠിനമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ ഹല്ലേലൂയ തന്റെ മകൾ കടന്നു പോവുകയാണ്. എന്നാൽ ഹല്ലേലൂയ അവസ്ഥയ്ക്ക് പരിഹാരകനായി കർത്താവ് ഹല്ലേലൂയ ഒറ്റ വാക്കുകൊണ്ട് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഭൂതത്തെ അവിടുന്ന് പുറത്താക്കിയത്. അങ്ങനെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന ജീവനുള്ള ദൈവത്തെ പിൻപറ്റുന്ന നമ്മുടെ ജീവിതത്തിലോ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ചില ദുഷ്ടശക്തികളെ യേശുവിന്റെ നാമത്തിൽ നമുക്ക് അഴിക്കുവാൻ കഴിയണം. ഇന്ന് പകൽക്കാലം
നമ്മുടെ ആരാധനയിൽ ചില പൈശാചികമായ ശക്തികൾ അല്ലെങ്കിൽ മാറിപ്പോകുവാനിടയായിത്തീരും. ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറായേ, ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായേ. അല്ലെങ്കിൽ പ്രൈസറത്തിന്റെ ദുഷ്ടശക്തികൾ അല്ലെങ്കിൽ ഓടിപ്പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ആ സ്ത്രീയുടെ വിശ്വാസം മൂലം അവിടെ ഒരു സൗഖ്യം നടന്നത്. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ, എന്റെ തലമുറയുടെ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ എന്റെ ദൈവം പരിഹാരം കൽപ്പിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഏതെങ്കിലും അഴിയപ്പെടാത്ത വിഷയമായി കിടക്കുന്നതായിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം എത്ര കാഠിന്യമുള്ള വിഷയമായാലോ അതിന് പരിഹാരമായി നമ്മുടെ കർത്താവ് നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം മറ്റൊരു കാര്യം കാണുന്നത് ഇങ്ങനെയാ. അവിടെ ഇതുപോലെ തന്നെ ഹല്ലേലൂയ ബഹുകാലമായിട്ട് ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യനെ നമ്മൾ അവിടെ കാണുകയാണ്. ഹല്ലേലൂയ. കർത്താവിനും പട്ടണത്തിൽ നിന്ന് എതിരേറ്റ് വരിക. ഹല്ലേലൂയ. പ്രൈസ് ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറുകളിലായിരുന്നു ഹല്ലേലൂയ താമസിച്ചിരുന്നത്. എന്നാൽ ഹല്ലേലൂയ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എന്നെ ഉപദ്രവിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുന്ന ഉത്തരം ഉറക്കെ പറഞ്ഞു. അവൻ അശുദ്ധാത്മാവിലൂടെ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ഒരു വാക്കിൽ ഹല്ലേലൂയ അശുദ്ധാത്മാവയുടെ മഹാലിൽ അഴിഞ്ഞുപോയെന്ന ഹല്ലേലൂയ എത്രയോ വർഷമായിട്ട് അല്ലെങ്കിൽ നാളുകളായി താൻ കൊണ്ടു നടന്നിരുന്ന ഹല്ലേലൂയ ആ പൈശാചികമായ ഹല്ലേലൂയ പ്രയാസത്തിലൂടെ ഹല്ലേലൂയ താൻ കടന്നുപോയപ്പോ അതിൽ നിന്ന് വിടുതൽ നൽകി കൊടുക്കുവാൻ മറ്റാർക്കും കഴിഞ്ഞില്ല. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് അവിടെ കടന്നു ചെല്ലുവാനിടയായി തീർന്നപ്പോ, ദൈവത്തോട് അവൻ അപേക്ഷിക്കുവാനിടയായി തീർന്നപ്പോ ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ അവന്മേൽ ഒരു വിടുതൽ അയക്കുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തോട് അപേക്ഷിക്കുവാൻ എത്ര പേർ തയ്യാറാകുന്നു? ഇന്ന് പകൽക്കാലം മനുഷ്യരോടല്ലെന്ന് പകൽക്കാലം നാം പറയുന്നത് ദൈവത്തോട്, ജീവിക്കുന്ന ദൈവത്തോട് എന്റെ പ്രശ്നത്തിന് പരിഹാരം നൽകി തരുവാൻ അവൻ ശക്തനാണെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ഏത് വിഷയമായിക്കൊള്ളട്ടെ, ഏത് പ്രയാസമായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുന്ന ഒരു ദൈവവൈദ്യനെ ഒരിക്കലും നമ്മുടെ ദൈവം തള്ളിക്കളയത്തില്ല, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും മാറ്റി നിർത്തത്തില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചേർന്ന് വചനത്തിന് മുൻപാകെ ഒന്ന് വിശ്വസിച്ചെടുത്താട്ടെ. ഹല്ലേലൂയ. തലമുറയിൽ കഠിനമായ ഭൂനുപദ്രവം വെളിപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമ്മൾ അവിടെ ആ വാക്യത്തിൽ കാണുന്നു. ഹല്ലേലൂയ. എന്നാൽ കർത്താവിനോട് കരുണയ്ക്കായിട്ട് കരയുന്ന ആ സ്ത്രീയെ നമ്മൾ അവിടെ കാണുന്നു. ഇന്ന് പകൽക്കാലം ഏത് വിഷയം നമ്മുടെ മുമ്പിൽ വന്നാലും ദൈവസന്നിധിയിൽ നിന്ന് മുട്ടുമടക്കുവാൻ തയ്യാറായേ, ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞ് നിലവിളിക്കുവാൻ തയ്യാറായേ, നമ്മുടെ വിഷയത്തിന്റെ ഹല്ലേലൂയ അതിനനുസരിച്ച് നമ്മുടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തോടെ. എന്ന് ഇന്ന് പകൽക്കാലം അങ്ങനെ കരയുന്ന, അങ്ങനെ നിലവിളിക്കുന്ന ഒരു ഹല്ലേലൂയ പ്രൈസ് ഹല്ലേലൂയ ഒരു മകളെയോ മകനെയോ ഒരിക്കലും കണ്ടിട്ട് മാറിപ്പോകുന്നവനല്ല നമ്മുടെ കർത്താവ്. ഇന്ന് പകൽക്കാലം പരിഹാരം നൽകി തരുന്നവനാ. ഹല്ലേലൂയ. എന്നാൽ മൂന്നാമതായിട്ട് അവിടെ വലിയ വിശ്വാസത്തിന്റെ ഉടമയായ കനാന്യസ്ത്രീയെ കാണുന്നു. ഇന്ന് പകൽക്കാലം പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾക്ക് ഹല്ലേലൂയ പെട്ടെന്ന് ചിലത് നടക്കാത്തതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മുടെ വിശ്വാസത്തിന്റെ കുറവാ. പ്രൈസ് ഹല്ലേലൂയ. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ ഭവനത്തിന്, നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ ഉറക്കെയുള്ള നിലവിളി ഹല്ലേലൂയ ചില വിഷയങ്ങൾക്ക് പരിഹാരമായി തീർക്കും. ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ വിശ്വാസത്തോടു കൂടി കനാന്യ സ്ത്രീയെ നമ്മൾ അവിടെ കാണുമ്പോൾ ഹല്ലേലൂയ തലമുറയുടെ സൗഖ്യം ഹല്ലേലൂയ താൻ ഏറ്റെടുക്കുക. പ്രൈസ് നമ്മുടെ ഹല്ലേലൂയ കർത്താവ് എന്നോടൊരു വാക്ക് പറഞ്ഞ കർത്താവിന്റെ തലമുറയെ ഹല്ലേലൂയ അനുഗ്രഹിച്ചാൽ ഹല്ലേലൂയ അനുഗ്രഹമായി തീരുമെന്ന കനാന്യ സ്ത്രീക്ക് മനസ്സിലായി. ഇന്ന് പകൽക്കാലം മറ്റാരോടും കനാന്യ സ്ത്രീ പോയി തന്റെ വിഷമം പറഞ്ഞില്ല. ഹല്ലേലൂയ ദാവീദ് പുത്ര ഹല്ലേലൂയ ദൈവത്തോട് തന്റെ വിഷമം പറഞ്ഞപ്പോൾ ആ നിമിഷം തന്റെ ദൈവം അവർക്ക് വിടുതൽ ഹല്ലേലൂയ തന്റെ തലമുറയ്ക്ക് വിടുതൽ നൽകി കൊടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കഴിയും? ഹല്ലേലൂയ. ചില രോഗങ്ങൾക്ക് ദൈവം വിടുതൽ നൽകി തരിക. ഇന്നത്തെ ആരാധനയിൽ ദൈവമാണ് നമ്മെ വിടുവിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് എത്രയുണ്ടോ അത്രമാത്രം ഇന്ന് പകൽക്കാലം അതിനനുസരിച്ച ദൈവം ചില പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില ഉപദ്രവിക്കുന്ന ശക്തികളുടെ അല്ലെങ്കിൽ അതിനെ ജയം നൽകി തരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. മോവെസിന്റെ വയലിൽ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പണിയെടുക്കുന്ന ഹല്ലേലൂയ പറക്കുവാൻ പോയ രൂത്തിനോട് ബാല്യക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ രൂത്തിനെ ഉപദ്രവിക്കരുതെന്ന്. പ്രൈസ് ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ചില ശക്തികൾ ഹല്ലേലൂയ ദൈവമക്കൾക്കെതിരെ ഹല്ലേലൂയ ദൈവമക്കൾക്കെതിരെ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം അതിനെ തടയിടുവാൻ, അതിനെ ഹല്ലേലൂയ ഓടിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഇന്ന്
പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സൂക്ഷിപ്പില, ദൈവത്തിന്റെ ഒരു കാവലില ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്നതെങ്കിൽ ഒരു ദുഷ്ടശക്തിക്ക് നമ്മോടടുത്ത് വരുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ തലമുറയെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ തലമുറയെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവരെ ഹല്ലേലൂയ ഇല്ലാതാക്കുവാൻ, അവരുടെ ഭാവിയെ തകർക്കുവാൻ ഒന്നും കഴിയത്തില്ല. അങ്ങനെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 20-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാ: എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ കർത്താവ് ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. അതിനെ തുറന്നുകൊണ്ട് എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, എന്റെ കർത്താവ് ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്. ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീണ് അവർ ജയിക്കയില്ല. ഇന്ന് പകൽക്കാലം ദുഷ്ടന്റെ മുമ്പിൽ കീഴ്പ്പെടുന്നവരായിട്ടല്ല, ഇന്ന് പകൽക്കാലം അതിനെ ജയിക്കുക. അല്ലെങ്കിൽ അഭിഷേകം അവൻ നമ്മിൽ പകർന്നിരിക്കുക, ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ പകർന്നിരിക്കുക. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ വിഷയങ്ങളുടെ മധ്യേ അവനൊരു മഹാവീരനായി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ഒരു യുദ്ധം കടന്നു വരുമ്പോൾ പിന്മാറിപ്പോകുന്നവരായിട്ടല്ല, അതിനെ അതിജീവിക്കുക. ആ പ്രതിസന്ധിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ എന്റെ കൂടെ എന്റെ ദൈവമുണ്ടെന്ന് പറയുക എത്ര പേർക്കുള്ള പകൽക്കാലം കഴിയും. അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ, അല്പസമയം അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. നമ്മുടെ വിഷയങ്ങൾക്ക് മധ്യത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ അവനൊരു മഹാവീരനായി ഇറങ്ങി വരിക. ഹല്ലേലൂയ. ഇറങ്ങി വന്നാൽ ഹല്ലേലൂയ പ്രശ്നത്തിന്, ആ പ്രതിസന്ധിയുടെ മുന്നിൽ ഒരു പരിഹാരം കൽപ്പിച്ചിട്ട് നമ്മുടെ കർത്താവ് മടങ്ങി പോകത്തുള്ളൂ. ഹല്ലേലൂയ. ചേർന്ന് അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അല്പസമയങ്ങൾ നല്ല ഭാഷകളിൽ ആരാധിച്ചാട്ടെ. ദൈവം നമ്മുടെ വിഷയങ്ങളുടെ മധ്യ ഇറങ്ങി വന്ന് ചില വിഷയങ്ങളുടെ മധ്യ അവൻ പ്രവർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവർ കണ്ടിട്ട് മാറി നിൽക്കുന്ന വിഷയമായിരിക്കാം, എന്നാൽ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വിഷയങ്ങൾക്ക് പരിഹാരം കൽപ്പിക്കുന്ന ദൈവമാണ്. സ്ത്രീയുടെ വിശ്വാസം പോലെ ഇതുവരെ കാലം വിശ്വസിക്കുന്നവരുടെ ജീവിതത്തില് ദൈവം ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. വൈഡവരാധന ഉടവാദന ശംഭീരന വൈഡവരാധന ൂഢാവാന റീഭാവാന ശംഘാരാധന വൈഡവരാധന ഇടവാരകന ശംഭീരന വൈഡവരാധന ൂഢാവാന റീഭാവാന ശംഘാരാധ ൂഢാവാന റീഭാവാന ശംഭീരന ഇടവാരകന ശംഭീരന വൈഡവരാധന ഓ റീഭാവാന ശംഘാരാധ ഓ റീഭവരാധന വൈഡേരകന. ചില ഭൂതമല്ല നമ്മെ നടത്തുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മെ നടത്തുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മെ നിയന്ത്രിക്കുന്നത്, നമുക്ക് വേണ്ടുന്ന ആലോചനകളെ നൽകി തരുന്നത്. ഗൂഢവാന റീഭവാന ശബ്ദാരാധന ഗൂഢവരാധന വൈരാവാന ശംഭേരകന വൈഡവരാധന റീഭാവാന ശങ്കാര വൈഡവാന റീഭാവാന ശങ്കാരാധന വൈഡവരാധന ഇടവാരകന ശംഭേരകന വൈഡവരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാക്യമുണ്ട്, 125-ാം സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യത്തില്: നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ പ്രകാശത്തിന്മേൽ ഇരിക്കയില്ല. ദൈവത്തിന്റെ വചനമാ. ഹല്ലേലൂയ. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ പ്രകാശത്തിന്മേൽ ഇരിക്കത്തില്ലെന്ന്. ഇത് പകൽക്കാലം അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഒരു പിശാചിനും ഹല്ലേലൂയ നമ്മുടെ അനുഗ്രഹത്തെ തടസ്സമായി നിൽക്കുവാൻ കഴിയത്തില്ല, നമ്മുടെ അനുഗ്രഹത്തെ ഹല്ലേലൂയ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തെ പിൻപറ്റുന്ന, ദൈവിക വഴികൾ കൽപ്പനകൾ അനുസരിക്കുന്ന ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കും എന്റെ ദൈവം മുടക്കം വരത്തില്ല, ഒരു നന്മയ്ക്കും എന്റെ ദൈവം കുറവ് വരുത്തത്തില്ല. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്ന മറ്റൊരു വാക്യമുണ്ട്: യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ഭൂമിയിൽ ഫലപ്പെട്ടിരിക്കും, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും.
അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നേരോടെ നടന്ന് നേരോടെ ജീവിച്ച് ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിന്റെ വഴിയിൽ പിൻപറ്റുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്കോ എന്റെ ദൈവം മുടക്കം വരുന്നില്ല. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കരം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ചേർന്ന ദൈവസഭയിൽ നമുക്ക് ഒരുമിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ കരങ്ങളെല്ലാം ചേർത്തടിച്ചുകൊണ്ട് കർത്താവിൻ സ്നേഹത്തിൽ നിന്നും വസിച്ചിരുവാൻ വൻ കൃപ ഏകിടനെ നൽകിയിരിക്കേണ്ട ഗാനം ചേർന്ന് ദൈവസഭയിൽ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കർത്താവിൻ സ്നേഹത്തിൽ എന്നും വസിച്ചിടുവാൻ വൻ കൃപ ഏകിടനെ ഇല്ലാതെ ജീവിപ്പാൻ കൽവരം നൽകിടനെ ഇല്ലാതെ ജീവിപ്പാൻ കൽവരം നൽകിടനെ ലോകപാപിച്ചാരന്റെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല ലോകപാപിച്ചാരന്റെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചിറകിന്മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ അങ്ങ് ചിറകിന്മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ ഇന്നലെ വീട്ടിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മതിൽ ഇന്നലെ വീട്ടിയ ഉന്നത ശ്രേഷ്ഠന്മാർ അന്യരായിരുന്നു മതിൽ എന്നാലും സാധുര ശരീരോ എന്നാലും സാധുര ശരീരോ യേശുവേ കൃപയാ ലോകപാപിച്ചാരനെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല ലോകപാപിച്ചാരനെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചിറകിന്മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ അങ്ങ് ചിറകിന്മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ എത്തിയതാണെന്റെ ഇതല്ല ഞാനോ എത്ര സുഖിച്ചിടണോ എത്തിയതാണെന്റെ ഇതല്ല ഞാനോ എത്ര സുഖിച്ചിടണോ നിന്ന പരിഹാസയരെ സഹിക്കുക നിന്ന പരിഹാസയരെ സഹിക്കുക എത്ര കാത്തിടണോ ലോകപാപിച്ചാരന്റെ തൊടുകയില്ല എന്നെ കാണുകയില്ല ലോകപാപിച്ചാരന്റെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചിറകിന്മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ അങ്ങ് ചിറകിന്മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ ഒന്നിക്കുമൊരു നാൾ സ്വരകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളിൽ ഒന്നിക്കുമൊരു നാൾ സ്വരകൂടാരത്തിൽ വന്നിക്കും ഞാനെന്നാളിൽ എന്റെ പ്രിയന്റെ പൊന്നുകൾ കാണില്ല എന്റെ പ്രിയന്റെ പൊന്നുകൾ കാണില്ല എന്നാശയേറിയുന്നേ ലോകപാപിച്ചാരനെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല ലോകപാപിച്ചാരനെ തൊടുകയില്ല ദുഷ്ടഘോരശത്രു എന്നെ കാണുകയില്ല അങ്ങ് ചിറകിന്മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ അങ്ങ് ചിറകിന്മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ അങ്ങ് ചിറകിന്മറവിലാണ് എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല ഇന്നു കണ്ട മിശ്രമിനെ കാണുകയില്ല ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല ഭാരതിന്റെ കൂടാരത്തിൽ അടുക്കയില്ല ഭാരതിന്റെ കൂടാരത്തിൽ അടുക്കയില്ല നിന്റെ കാലുകളിലറുകില്ല നിന്റെ കാലുകളിലറുകില്ല നിന്റെ കാലുകളിലറുകില്ല നിന്റെ കാലുകളിലറുകില്ല ചെങ്കടൽ പിളർന്നു വഴിയോ യോദാ
നിന്റെ കൂടെയുള്ളപ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തോടുകയില്ല. സൈന്യത്തിൻ നായകൻ നിന്റെ കൂടെയുള്ളപ്പോൾ മനുഷ്യശക്തികൾ നിന്നെ തോടുകയില്ല. ഭാവിന്റെ ഉടനത്തിലാടുകയില്ല. ഭാവിന്റെ ആടുകയില്ല. നിന്റെ കാലുകളിലറിയില്ല. 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 ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുള്ളൂ വൻകിരിയിൽ ഉയർത്തിയിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയാരുള്ളൂ വൻകിരിയിൽ എൻ വാരം ഭൂമി അഖിലം വാഴും
നിത്യവും നടത്തിടുന്നു നിത്യവും നടത്തിടുന്നു വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ വാനസേന ഗാനം പാടി വാണിടുന്ന സ്വർഗസിയോ ധ്യാനിച്ചിട നേരമെന്റെ മനസ്സമോദിച്ചിടുന്നു ധ്യാനിച്ചിട നേരമെന്റെ മനസ്സമോദിച്ചിടുന്നു വിശുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്നിടും ഞാൻ പ്രത്യാശയോടെല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ചേർന്നിടും ഞാൻ സ്വർഗദേശേ ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ വാഴിടുവാൻ ഹല്ലേലൂയ പാടി സർവ കാലവും ഞാൻ വാഴിടുവാൻ ഉയർത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയായോടോ വൻഭീതിയിൽ ഉയർത്തിടും ഞാൻ എന്റെ കണ്ണുകൾ തുണയായോടോ വൻഭീതിയിൽ എൻ സഹായ വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ എൻ സഹായ വാനം ഭൂമി അഖിലം വാഴും യഹോവയിൽ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇത്രത്തോളം സമയം ദിവസം കർത്താവിനെ ആരാധിപ്പാൻ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും കർത്താവിനെയാക്കി തീർന്നുള്ള കർത്താവ് നൽകുന്ന വചന സുശേഷ നിറമായി തീരണം സങ്കീർത്തന സുശേഷ നിറമായി തീരണം ദൈവത്തിന്റെ ഹാലിലെ വചന കർത്താവ് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ വിടുതലായി തീരുവാൻ ആശ്വാസമായി തീരാൻ കർത്താവിനെയാക്കി തീർക്കണം വചനത്തിന്റെ വാതിലെ കർത്താവ് തുറക്കണം കൂട്ടിവരുത്തി എല്ലാ ദൈവങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം എല്ലാ മാനവും മഹത്വം അംഗീകരിക്കാവുന്നല്ലോ യേശുക്രിസ്തു മൂലം പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ 51-ാമത്തെ സങ്കീർത്തനം 5:1